വെൽക്കം ടു ബ്ലെസ്സിംഗ് ടുഡേ മോർണിംഗ് ഗ്ലോറി. എല്ലാവരെയും ഒരിക്കൽ കൂടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമുക്ക് എല്ലാവർക്കും വന്നു ചേരാം. നമുക്ക് എല്ലാവർക്കും പുതിയ കാര്യങ്ങൾ പഠിക്കുവാൻ വേണ്ടി തയ്യാറെടുക്കാം. എത്ര പേർ തയ്യാറാണെങ്കിൽ ലൈവ് ചാറ്റിലിടുക ഐ ആം റെഡി. ഞാൻ തയ്യാറാണ്, ഐ ആം റെഡി എന്ന് ലൈവ് ചാറ്റിലിടുക. എത്ര പേർ റെഡിയാണെന്ന് ഞാൻ നോക്കട്ടെ. എമാൻ ഈ സമയത്ത് ലോകമെമ്പാടുമുള്ള ബ്ലെസ്സിംഗ് ടുഡേ ഫാമിലി ഈ മോർണിംഗ് ഗ്ലോറി ലൈവ് ബ്രോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഒരുമിച്ച് ചില നിമിഷങ്ങൾക്കുള്ളിൽ ഒരു പുതിയ വചന സന്ദേശം നമ്മൾ കേൾക്കാൻ പോവുകയാണ്. ബട്ട് അതിന് മുമ്പ് നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ ഒരു കീ സ്പോൺസറുണ്ട്. അഹമ്മദാബാദിൽ നിന്ന് അരുൺ കുമാർ എന്ന് പറയുന്ന ഒരു സഹോദരനാണ്. സ്പോൺസർ ചെയ്യാൻ കാരണമുണ്ട്. മാതാവ് റീത്തയ്ക്ക് 2003 ക്യാൻസർ വന്നു. എന്നാൽ 2005 ഡോക്ടേഴ്സ് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ക്യാൻസറിൻ്റെ ഒരു സെല്ലും ഇനി ഇല്ല. ദൈവം ഒരു മിറാക്കിൾസ് ഹീലിംഗ് നൽകി. അതിൻ്റെ നന്ദി സൂചകമായിട്ട് ഇപ്പോൾ ഏകദേശം 20 വർഷം ആയി. എമാൻ കർത്താവിൻ്റെ മഹത്വം. നമുക്ക് ഒരുമിച്ച് നന്ദിയോടെ ഈ സമയത്ത് കരങ്ങൾ ഉയർത്തി നന്ദി പറയാം. അപ്പോൾ തന്നെ ഈ കുടുംബത്തെ അനുഗ്രഹിക്കും. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു. അങ്ങ് വലിയ കാര്യങ്ങൾ ചെയ്യുന്ന കർത്താവാണല്ലോ കർത്താവ്. അങ്ങ് അത്ഭുതങ്ങൾ ചെയ്യണമേ. അപ്പോൾ തന്നെ ഈ സമയത്ത് ക്യാൻസർ ബാധിച്ച വ്യക്തികളുമായി പരിചയമുള്ള ചില വ്യക്തികൾ ഞങ്ങൾ കാണുന്നുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ഇതേപോലത്തെ ഒരു അത്ഭുതം, യേശുവിൻ്റെ അടിപ്പിണരാൽ ഈ സമയത്ത് ഒരു സൗഖ്യത്തെ ഞങ്ങളിപ്പോൾ കൽപ്പിക്കുന്നു. ക്യാൻസർ സൗഖ്യമാകട്ടെ. കർത്താവ് ഒരു അത്ഭുതം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ബ്ലെസ് ചെയ്യുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു ഡിയർ ബ്രദർ ഫോർ സ്പോൺസറിങ്. ഇതുപോലെ നിങ്ങൾക്കും എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ ഡീറ്റെയിൽസ് ഉണ്ട്. ഏമേൻ. നമ്മുടെ December 31 ക്രോസ് ഓവർ സർവീസ് മീറ്റിംഗ് മറക്കരുത്. നിങ്ങൾ ബ്ലോക്ക് ചെയ്യുക. നിങ്ങൾ കൊച്ചിയിൽ കടവന്ത്രയിൽ രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നിങ്ങൾ നേരിട്ട് വരിക. ഇറ്റ്സ് ഗോയിങ് ടു ബി എ മാസീവ് ഗ്യാതറിംഗ്. അപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഗ്ലോ മീറ്റിംഗ് വിമൻസ് കോൺഫറൻസ് 21 വയസ്സിന് മുകളിലുള്ള എല്ലാ സിസ്റ്റേഴ്സും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊച്ചിയിൽ ഉണ്ടാകണം. November 14th and 15th മിസ് ചെയ്യരുത്. കർത്താവ് വലിയ കാര്യങ്ങൾ ആ ദിവസം നമ്മുടെ വിമൻ സിസ്റ്റേഴ്സിൻ്റെ ലൈഫിൽ ചെയ്യാൻ പോവുകയാണ്. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ മെസ്സേജിലേക്ക് നമുക്ക് കടക്കാം. വിച്ച് വൺ ഇസ് ദ റൈറ്റ് ഗേറ്റ്? ശരിയായ കവാടം ഏതാണ് എന്നൊരു സന്ദേശമാണ് ബ്രദർ ഡാമിൻ നമ്മളോട് സംസാരിക്കാൻ പോകുന്നത്. നമുക്ക് ഒരുമിച്ച് കേൾക്കാം. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലുകൾ എല്ലാ ആഴ്ചയിലും നടന്നിരുന്ന ഒരു കാലം ഞാൻ ഓർക്കുകയാണ്. എല്ലാ ആഴ്ചയിലും 2, 3 ചിലപ്പോൾ 4 ഒക്കെ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലുകൾ കാണും. അതിൽ കേരളത്തിലെ മിക്കവാറും എല്ലാ ജില്ലകളിലും, ടൗണുകളിലും, സിറ്റികളിലും, ഇത് കൂടാതെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ, പല സംസ്ഥാനങ്ങളിൽ, ചില സമയത്ത് വിദേശ രാജ്യങ്ങളിൽ നിരന്തരമായി പെട്ടി പാക്ക് ചെയ്യുക, പോവുക. ദാറ്റ് വാസ് റിയലി എക്സൈറ്റിംഗ് ടൈം ആൻഡ് സീസൺ. അങ്ങനെ ഒരു ദിവസം എനിക്ക് തോന്നുന്നു പുനലൂർ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിന് പോവുകയാണ്. പോകുന്ന വഴിക്ക് ഞാനങ്ങ് ഉറങ്ങിപ്പോയി. തലേ ദിവസത്തെ ക്ഷീണമെല്ലാം കൊണ്ട് വണ്ടിയിൽ ഉറങ്ങിപ്പോയി. വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന മോൻ ഇടയ്ക്ക് ഒരു വഴി മിസ്സായി. പിന്നെ ഏതൊക്കെയോ വഴികളിലൂടെ കറങ്ങി പിന്നെ എനിക്ക് നിരന്തരമായി ഫോൺ വരാൻ തുടങ്ങി. എവിടെ എത്തി. അവസാനം പുനലൂരിൽ ആ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിൽ ഞാൻ എത്തിയത് ഏകദേശം തീരാറായപ്പോഴാണ്. അതുവരെ അവരെ സാക്ഷ്യങ്ങളും ആരാധനയും പലരും ഷോർട്ട് മെസ്സേജുകൾ പറഞ്ഞു എല്ലാം കൊണ്ടുപോയി. ചിലരൊക്കെ കൗണ്ടറിൽ വന്ന് വളരെ ഒഫൻഡഡ് ആയിട്ടൊക്കെ സംസാരിച്ചു. കാരണം ഞാൻ സമയത്ത് എത്തിയില്ല. ഇവിടെ സംഭവിച്ചത് ഒരു വഴി തിരഞ്ഞെടുത്തത് മിസ്സായിപ്പോയി. റോങ് റൂട്ടിൽ പോയി. ഒത്തിരി കിലോമീറ്ററുകളും ഒത്തിരി സമയവും ചുറ്റിക്കറങ്ങേണ്ടി വന്നു. ഇത് നമ്മുടെ ജീവിതത്തിലും സംഭവിക്കാറുണ്ട്. കറക്റ്റായിട്ടുള്ള തിരഞ്ഞെടുപ്പ് നടത്തിയില്ലെങ്കിൽ ചിലപ്പോൾ ഒത്തിരി ദിവസങ്ങൾ, മാസങ്ങൾ, വർഷങ്ങൾ നഷ്ടപ്പെടുകയും അതോടൊപ്പം പലതിനും നഷ്ടം വരികയും ചെയ്യും. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് കർത്താവ് വളരെ വ്യക്തമായി നമ്മളോട് പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ. വളരെ വ്യക്തമായി കർത്താവ് പറഞ്ഞു, ശരിയായ രീതിയിൽ മാത്രം ചുവടുകൾ വയ്ക്കുക, തിരഞ്ഞെടുപ്പുകൾ നടത്തുക. അതിൽ ചില കാര്യങ്ങൾ കർത്താവ് പറഞ്ഞത് ഞാൻ നിങ്ങളുമായി ഇന്ന് പങ്കുവയ്ക്കാൻ പോയി. ഇതിനു മുമ്പും തിരഞ്ഞെടുപ്പിനെക്കുറിച്ച് പല മെസ്സേജുകൾ പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തിന്, നിങ്ങളുടെ മുമ്പിൽ ജീവനും മരണവും വച്ചിരിക്കുന്നു, അനുഗ്രഹവും ശാപവും വച്ചിരിക്കുന്നു. ഓർക്കുന്നുണ്ടോ? ഏബാൽ പർവ്വതം, ഗെരിസീം പർവ്വതം, ഈ 2 പർവ്വതങ്ങളിൽ ഇസ്രായേലിൻ്റെ 6 ഗോത്രങ്ങൾ വീതം നിന്നിട്ട് അനുഗ്രഹവും ശാപവും ഉറക്കെ വിളിച്ചു പറയുന്നു.
പുരോഹിതന്മാർ അതിനെ അറ്റസ്റ്റ് ചെയ്യുന്നു, കല്ലിൽ കൊത്തിവെക്കുന്നു. ഇതൊക്കെ ഭയങ്കരമായി ചെയ്ത ഇതൊക്കെ ചരിത്രത്തിൽ കിടക്കുകയാണ്. അപ്പം ഇന്നും നമ്മുടെ ജീവിതത്തിൽ എടുക്കുന്ന തിരഞ്ഞെടുപ്പുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ബൈബിൾ പറയുന്നു, ഒരു മനുഷ്യന് തൻ്റെ വഴികൾ സ്വന്തമായ തൻ്റെ വഴികൾ ശരിയെന്ന് തോന്നും, പക്ഷെ അതിൻ്റെ അവസാനം മരണവഴികൾ അത്രേ. ദൈവികമായ രീതിയിൽ തിരഞ്ഞെടുത്തില്ലെങ്കിൽ ഒരുപക്ഷെ അവസാനിക്കാൻ പോകുന്നത് മരണവഴികളിലായിരിക്കും, വലിയ ട്രാപ്പുകളിലായിരിക്കും, കുരുക്കുകളിലായിരിക്കാം നമ്മുടെ ജീവിതം ചെന്നപ്പെടുന്നത്. ഇനി ഇതിനൊക്കെ രക്ഷിക്കാൻ കർത്താവിന് സാധിക്കും. എങ്കിലും എന്തിന് നമ്മുടെ ആയുസ് പാഴാക്കുന്നു? ശരിയായ രീതിയിൽ പ്രാർത്ഥിക്കാതെ, ശരിയായ രീതിയിൽ ദൈവവചനം വായിക്കാതെ, ശരിയായ രീതിയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുമായി കൺസൾട്ട് ചെയ്യാതെ നമ്മുടെ ജീവിതത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ പലപ്പോഴും ചതിക്കുഴികളിൽ നമ്മെ കൊണ്ടുപോയി എത്തിക്കും. അതിൽ ചിലതിലേക്ക് നമുക്കൊന്ന് നോക്കാം. മാത്യു ചാപ്റ്റർ 7, 13 and 14. മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 13-14 വചനങ്ങളാണ്. Enter through the narrow gate. For wide is the gate and broad is the road that leads to destruction, and many enter through it. ഇതിൻ്റെ മലയാളം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. 14 കൂടെ വായിച്ചോട്ടെ. But small is the gate and narrow the road that leads to life, and only a few find it. അപ്പോൾ ഇവിടെ പറയുന്നത് എൻ്റർ ത്രൂ ദ നാരോ ഗേറ്റ്, ഇടുക്കുവാതിലൂടെ അകത്ത് കടപ്പാൻ ശ്രമിപ്പിൻ എന്ന് വെച്ചാൽ നാരോ ഗേറ്റ്. ഇവിടെ പറയുന്നത് ഒരു ഇടുങ്ങിയ ഗേറ്റും പിന്നെ വളരെ ബ്രോഡായിട്ടുള്ളൊരു ഗേറ്റും, 2 തരം വാതിലുകളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. പക്ഷെ ഇത് എവിടെ എത്തിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കി ഇതിന് നമുക്ക് വേറൊരു പേര് കൂടി കൊടുക്കാം. ലൈഫ് ഗേറ്റ് ആൻഡ് ഡെത്ത് ഗേറ്റ്. ജീവന്റെ വാതിൽ, മരണത്തിൻ്റെ വാതിൽ. കർത്താവ് പറയുന്നത് എൻ്റർ ത്രൂ ദ നാരോ ഗേറ്റ്. ഒരു വലിയ ഗേറ്റ് കണ്ടാൽ നമുക്കൊരു വലിയ പ്രതീക്ഷയാണ്, ആ ഗേറ്റിനകത്ത് എന്തോ വലിയ സാധനം ഉണ്ടായിരിക്കും. പക്ഷെ ഇവിടെ ഈ ഭയങ്കരമായ ഈ ഗേറ്റ് കാണുമ്പോൾ, ഈ വലിയ ഗേറ്റ് കാണുന്ന സമയത്ത് നമ്മൾ പ്രതീക്ഷയോടെ അതിനകത്തേക്ക് കടക്കുമെങ്കിലും അത് കൊണ്ടുപോകുന്നത് നാശത്തിലേക്കാണ്. ഫോർ വൈഡ് ഈസ് ദ ഗേറ്റ് ആൻഡ് ബ്രോഡ് ഈസ് ദ റോഡ് ദാറ്റ് ലീഡ്സ് ടു ഡിസ്ട്രക്ഷൻ. അപ്പം നാശത്തിലേക്ക് കൊണ്ടുപോകുന്ന ആ വാതിൽ വളരെ വലുതാകുന്നു. അപ്പോൾ ഒരു സ്മോൾ ഗേറ്റ്, ബിഗ് ഗേറ്റ്. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ഒന്ന് ലൈവ് ചാറ്റിലിട്ടെ. സ്മോൾ ഗേറ്റ്, ബിഗ് ഗേറ്റ്, അല്ലെങ്കിൽ നാരോ ഗേറ്റ്, വൈഡ് ഗേറ്റ്. അതിനെ തന്നെ നമുക്ക് എന്ത് പറയാം? ലൈഫ് ഗേറ്റ്, ഡെത്ത് ഗേറ്റ്. അപ്പോൾ 2 തരം വാതിലുകളാണ് നമ്മുടെ മുമ്പിലുള്ളത്. പെട്ടെന്നുള്ള അട്രാക്ഷൻ എന്തിലേക്കായിരിക്കും? വലിയ വാതിൽ. കാരണം ഒത്തിരി പേര് അതിലെ പോകുന്നു, ഒത്തിരി പേരാണ് അതിലെ പോകുന്നത്. പക്ഷെ ഇതിൻ്റെ എൻഡ് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് എവിടേക്കാണ് ഈ വാതിൽ തുറക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ അതിലൂടെ അകത്തേക്ക് കടക്കാൻ. ഇതിൽ ഈ ഇടുങ്ങിയ വാതിൽ എന്ന് പറയുമ്പോൾ ഒത്തിരി പേർക്കും പിന്നെ പെട്ടെന്ന് എന്നോട് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട്, നിങ്ങളൊക്കെ വളരെ നാരോ മൈൻഡഡ് ആണല്ലേ? കാരണം എല്ലാ മതങ്ങളെയും നിങ്ങൾ ഉൾക്കൊള്ളുന്നില്ല, എല്ലാ ഐഡിയോളജികളെയും നിങ്ങൾ ഉൾക്കൊള്ളുന്നില്ല. ഒരു മതസഹിഷ്ണുത വേണ്ടേ? എല്ലാ മതങ്ങളെയും നിങ്ങൾ ഉൾക്കൊള്ളണ്ടേ? നിങ്ങളേത് മാത്രമാണ് ശരി എന്നൊക്കെ പറയുന്ന രീതി വാസ്തവത്തിൽ ഒരു ഇടുങ്ങിയ ചിന്താഗതി അല്ലേ എന്ന രീതിയിൽ ചിലരൊക്കെ ചോദിക്കാറുണ്ട്. എൻ്റെ മറുപടി ഇതാണ് ബ്രോഡ് മൈൻഡഡ്നെസ്. ഇടുങ്ങിയ വാതിലാണ് എങ്കിലും ഇടുങ്ങിയ വാതിലൂടെ അകത്ത് കടപ്പിൻ എന്ന് പറഞ്ഞയാൾ അതാരാ? യേശു കർത്താവ്. ആ യേശു കർത്താവാണ് ഏറ്റവും വിശാല ഹൃദയമുള്ളവൻ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന് പറഞ്ഞ യേശു കർത്താവാണ് ഏറ്റവും വലിയ ഹൃദയമുള്ളവൻ. അപ്പം ഇത് ഇടുങ്ങിയ ചിന്താഗതിയാണോ? നോ, ദിസ് ഇസ് ബ്രോഡ് മൈൻഡഡ്നെസ്. ഇതാണ് വിശാല ഹൃദയം. എങ്ങനെയും സകലരും രക്ഷിക്കപ്പെടണം, എങ്ങനെയും സകലരും രക്ഷപ്പെടണം എന്നുള്ള വിശാല ഹൃദയത്തോടു കൂടിയാണ്
ഈ സത്യം പ്രസ്താവിക്കുന്നത്. അതിന് പകരം ഏത് വഴിയിലൂടെ ആയാലും വഴിയല്ലേ, എല്ലാവരും അങ്ങ് പോയാൽ പോരെ, എല്ലാ വഴികളും ഒന്നാ, എല്ലാ വാതിലുകളും ഒന്നാണ് എന്ന് ഞാൻ പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ പോകാൻ പോകുന്ന ഇതിലൂടെയാണ്? ആ വിശാലമായ വാതിലൂടെ, വൈഡായിട്ടുള്ള വാതിൽ, വീതിയുള്ള വാതിലൂടെ എല്ലാവരും കിടക്കും. കാരണം ഒത്തിരി പേര് അതിലെ പോകുന്നത്. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ട്രെൻഡുകളുടെ പുറകിലാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ മുടി മുഴുവൻ ഒരു പ്രത്യേക രീതിയിലുള്ള ഷേപ്പിലേക്ക് കട്ട് ചെയ്യുന്ന ഒരു ട്രെൻഡ് ഇറങ്ങിയാൽ പിന്നെ ഞാൻ ഒറ്റപ്പെടാതിരിക്കാൻ ഞാനും പോയി കട്ട് ചെയ്യും. കാരണം ഓടുവൺ ഔട്ടാകരുത് ഞാൻ. ട്രെൻഡുകളുടെ പുറകെയാണ് മനുഷ്യർ പോകുന്നത്, ഫാഷനുകളുടെ പുറകെയാണ് മനുഷ്യർ പോകുന്നത്. ഇപ്പോഴത്തെ ട്രെൻഡിങ് എന്താണ് ബ്രദറെ? അത് പറ. ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. പക്ഷെ ആ ട്രെൻഡ് എവിടെ എത്തിക്കുന്നു എന്ന് മാത്രം നമ്മൾ ചിന്തിച്ച്, ഈ മുടി വെട്ടുന്നത് അതൊക്കെ നമുക്ക് സഹിക്കാം, ഏതെങ്കിലും കോലത്തിലൊക്കെ വെട്ടും. പക്ഷേ ആത്യന്തികമായ അൾട്ടിമേറ്റായിട്ടുള്ള ചില തീരുമാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എടുക്കുമ്പോൾ അനേക പ്രാവശ്യം നിന്ന് ചിന്തിക്കണം. 1,00,000 പേർ ഈ തീരുമാനമെടുത്തു, അല്ലെങ്കിൽ 2 കോടി പേർ ഈ തീരുമാനമെടുത്തു. പക്ഷേ എൻ്റെ ജീവിതമാണ്, എൻ്റെ ഭാവിയാണ്. എന്ത് തീരുമാനമാണ് ഞാൻ എടുക്കേണ്ടത്? യോഹന്നാൻ 10-ാം അധ്യായത്തിൽ പറയുന്നത്, ഐ ആം ദ ഡോർ ഓർ ഐ ആം ദ ഗേറ്റ്, ഞാനാകുന്നു വാതിൽ. അപ്പൊ യേശു എന്ന വാതിൽ പൊതുവെ ഒരു യഹൂദ യുവാവായി ഇവിടെ ജീവിച്ച ഒരു ചരിത്ര പുരുഷൻ, ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലെത്തുകയില്ല, അല്ലെങ്കിൽ ഞാനാകുന്ന വാതിലിലൂടെ കിടക്കുന്ന ആടുകൾ അവർ മേച്ചിൽ കണ്ടെത്തുകയും നിത്യജീവൻ അവർക്ക് ലഭിക്കുകയും ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ പലപ്പോഴും നമ്മുടെ അകത്ത് ഒരു വലിയ ഒരു വൈക്ലഭ്യം ഉണ്ടാകും. അതുപോലെ എത്രയോ പേര് നല്ലവരുടെ സാമൂഹിക പരിഷ്കർത്താക്കളും ദൈവങ്ങളായിട്ടൊക്കെ എത്ര പേര് വന്നിട്ടുണ്ട്. യേശുവിലൂടെ മാത്രമാണ് രക്ഷ എന്ന് പറഞ്ഞാൽ, യേശു മാത്രമാണ് വാതിൽ എന്ന് പറഞ്ഞാൽ അത് നാരോ മൈൻഡഡ്നെസ് അല്ലേ എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കില്ലേ? അത് അവിടെയാണ് എനിക്ക് വ്യക്തമാക്കാനുള്ളത്. ഇത് നാരോ മൈൻഡഡ്നെസ് അല്ല. ഇത് സത്യമായതുകൊണ്ട് തുറന്ന് പറയാതിരിക്കാൻ സാധ്യമല്ല. ഇത് സത്യമായതുകൊണ്ട് തുറന്ന് പറഞ്ഞേ തീരൂ. അതിനെ ഇടുങ്ങിയ ചിന്താഗതിയായി കണക്കാക്കിയാൽ അവിടെയാണ് തെറ്റുപറ്റുന്നത്. അതോട് ചേർത്ത് തന്നെ നമുക്ക് ഒരു കാര്യം കൂടി ചിന്തിക്കണം. അതിൽ തന്നെ ഗേറ്റിനെ കുറിച്ചും പറയുന്നുണ്ട്, റോഡിനെ കുറിച്ചും പറയുന്നുണ്ട്. ഒന്നുകൂടി അത് വായിച്ചു നോക്കാം. എൻ്റെ ത്രൂ ദ നാരോ ഗേറ്റ്, ഇടുങ്ങിയ വീതി കുറഞ്ഞ വാതിലൂടെ, ഇടുക്ക് വാതിലൂടെ അകത്ത് കടക്കുവിൻ, പ്രവേശിക്കുവിൻ. ഫോർ wide is the gate and broad is the road that leads to destruction. കാരണം നാശത്തിലേക്കുള്ള വാതിൽ വലുതും വഴി വിശാലവുമാണ്. And many enter through it. അനേകരാണ് അതിലൂടെ പോകുന്നത്. But small is the gate and narrow the road that leads to life. എന്നാൽ ജീവനിലേക്ക് പോകുന്ന വാതിൽ ചെറുതും വഴി വീതി കുറഞ്ഞതും ഇടുക്കമുള്ളതും ആകുന്നു. ആൻഡ് ഓൺലി എ ഫ്യൂ ഫൈൻഡ് ഇറ്റ്. കുറച്ച് പേരെ അത് കണ്ടെത്തുന്നുള്ളൂ. കമ്പാരറ്റീവ്ലി ഇതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ കുറച്ച് പേര് മാത്രമേ അത് കണ്ടെത്തുന്നുള്ളൂ. 800 കോടിയിലധികം മനുഷ്യരാണ് ഇന്ന് ഈ ഭൂമുഖത്ത് ജീവിച്ചിരിക്കുന്നത്. ചരിത്രത്തിൽ ജീവിച്ചു പോയവർ എത്രയോ കോടികൾ. എത്ര പേർ ശരിയായ വാതിലിലൂടെ അകത്ത് കടക്കുന്നു? എത്ര പേർ ശരിയായ വഴിയിലൂടെ പോകുന്നു? ഞാൻ വീണ്ടും പറയുന്നു, ട്രെൻഡുകളുടെ പുറകെ പോകരുത്, ഫാഷനുകളുടെ പുറകെ പോകരുത്, നാട്ടു നടപ്പിൻ്റെ പുറകെ പോകരുത്, പാരമ്പര്യത്തിൻ്റെ പുറകെ പോകരുത്, സമ്പ്രദായങ്ങളുടെ പുറകെ പോകരുത്, എല്ലാവരും ചെയ്യുന്നത് അനുകരിക്കരുത്. പകരം എന്ത് തീരുമാനമാണ് ഞാൻ എടുക്കുന്നത്, ഏതിലേക്കാണ് എൻ്റെ ചുവടുകൾ ഞാൻ വയ്ക്കാൻ പോകുന്നത് എന്ന് വ്യക്തമായി ചിന്തിച്ച് ഒരു തീരുമാനം ഞാൻ എടുക്കണം. ഇത് ഞാൻ പറയുമ്പോൾ അവരവരെ ഒന്ന് ശോധന ചെയ്യുന്നത് നല്ലതാണ്, അല്ലെങ്കിൽ എക്സാമിൻ ചെയ്യുന്നത് നല്ലതാണ്. ഞാൻ എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ ശരിയാണോ? ഞാൻ തുറന്നു ചോദിക്കാം, പൂർണ്ണമായും യേശു ക്രിസ്തുവിലാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്? കാരണം രക്ഷകൻ ഒന്നേ ഉള്ളൂ.
യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് അവൻ ലോകരക്ഷകൻ. അപ്പോസ്തലപ്രവൃത്തികൾ 4:12 വ്യക്തമായി പറഞ്ഞിരിക്കുന്ന ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെയിൽ രക്ഷിക്കപ്പെടുവാൻ വേറെ ഒരു നാമവും നൽകപ്പെട്ടില്ല. ഏക നാമമേ ഉള്ളൂ. ഒരൊറ്റ നാമത്തിലൂടെ നമുക്ക് രക്ഷയുള്ളൂ. സോ അങ്ങനെ നോക്കുമ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, എത്രയോ പേരാണ് ചതിക്കപ്പെടുന്നത്. അവർ ആ ഒരു തീരുമാനം എടുക്കുന്നില്ല. ദൈവം മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് വന്ന യേശു എന്ന ആ ഒറ്റ വ്യക്തിത്വത്തിൽ അവർ പിടിച്ചു നിൽക്കുന്നില്ല. ഇങ്ങനെ ചതിക്കപ്പെടുന്ന അനേകരുള്ള ഈ ഭൂമിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇനി ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. ഈ വാതിൽ എൻ്റെ ഒരു വിശദീകരണമാണ് ഞാൻ പറയാൻ പോകുന്നത്. ദിസ് ഇസ് മൈ ഓൺ എക്സ്പ്ലനേഷൻ. ഈ വാതിൽ എന്ന് പറയുന്നത് എൻട്രി ആണല്ലോ. റോഡ് എന്ന് പറയുമ്പോൾ ആ യാത്രയുമാണ്. ഈ എൻട്രി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഡിസിഷൻ ദാറ്റ് വി മേക്ക്. വാതിൽ എന്ന് പറയുന്നത് നമ്മളെടുക്കുന്ന തീരുമാനമാണ്. എന്ന് വെച്ചാൽ യേശു എൻ്റെ രക്ഷകനാണ്, യേശു എൻ്റെ കർത്താവാണ്, യേശു എൻ്റെ ദൈവമാണ്, യേശു എൻ്റെ നാഥനാണ്, യേശു എൻ്റെ എല്ലാമാണ് എന്ന് ഞാൻ എടുക്കുന്ന തീരുമാനമാണ് ആ വാതിൽ എന്ന് വിചാരിക്കുക. അത് ചെറുതാണ്, കാരണം ഏകമാണ്. ഏകരക്ഷകൻ, ഏകദൈവം, ഏകനാമം, ഏകവഴി എന്ന് പറയുമ്പോൾ അത് വളരെ ഇടുങ്ങിയതാണെന്ന് വിചാരിച്ചു. ഇനി ആ വഴി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫോളോയിങ് ദ പാത്ത് ഓഫ് ജീസസ്. ആ യേശുവിൻ്റെ പിന്നാലെ പോകുന്ന ചിലർ ആ വാതിലൂടെ കടക്കുന്ന ആ അനുഭവത്തിൽ നിൽക്കുക, തീരുമാനമെടുത്തു. പക്ഷേ യേശു കർത്താവ് പറഞ്ഞത് ഫോളോ മീ, എന്നെ അനുഗമിക്കുക. എന്നെ അനുഗമിക്കുക എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് യേശുവിൻ്റെ വഴികളിൽ നടക്കുക, യേശു കൽപ്പിച്ച കൽപ്പനകൾ അനുസരിക്കുക, യേശുവിൻ്റെ ടീച്ചിങ്സ് ഫോളോ ചെയ്യുക. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 31 മുതൽ താഴേക്ക് വായിക്കുമ്പോൾ തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട്, വിശ്വസിക്കാത്തവരോടല്ല, തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു പറയുകയാണ്, നിങ്ങൾ എൻ്റെ കൽപ്പനകൾ അനുസരിക്കുമെങ്കിൽ, നിങ്ങൾ എൻ്റെ വചനങ്ങൾ കാക്കുമെങ്കിൽ നിങ്ങൾ വാസ്തവമായി സത്യമറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇതിലൂടെ പ്രവേശിച്ച ശേഷം നമ്മൾ തുടർന്ന് യേശുവിനോട് ചേർന്നുള്ളൊരു യാത്ര ആരംഭിക്കുകയാണ്. അവിടെയാണ് കൂട്ടായ്മകളുടെ പ്രസക്തി. നിരന്തരമായി കൂട്ടായ്മകൾ ആചരിക്കുകയും ദൈവവചനം പഠിക്കുകയും ആ ആത്മീയമായ ഊഷ്മളമായ സാഹചര്യത്തിൽ നമ്മൾ വളരുകയും ചെയ്യണം. അത് വളരെ 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 നമുക്ക് പ്രധാനപ്പെട്ട ഒന്നാണെന്നുള്ളത് മറക്കരുത്. സോ ഇന്നത്തേതിൽ ഞാൻ വളരെ ശക്തമായി ഊന്നിപ്പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇതാണ്. നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ക്ലിയർ ആയിരിക്കണം, അതിൻ്റെ കോഴ്സ് ക്ലിയർ ആയിരിക്കണം. യേശുവിൽ നിന്നും അങ്ങോട്ടോ ഇങ്ങോട്ടോ നമ്മൾ ഡീവിയേറ്റ് ചെയ്യരുത്. എബ്രായലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്നത്, ഇത്ര വലിയ രക്ഷ നാം അഗണ്യമാക്കി കളഞ്ഞാൽ എങ്ങനെ തെറ്റി ഒഴിയും? ദിസ് ഇസ് ഫ്രീ. ₹1 പോലും ഇതിനു വേണ്ടി നമ്മൾ മുടക്കേണ്ട ആവശ്യമില്ല. ₹1 പോലും. ഇത് ടോട്ടലി ഫ്രീ ആണ് എന്ന് നമ്മൾ മറക്കരുത്. നമുക്ക് ഒരുമിച്ച് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. ഞാനൊരു കാര്യം പറയാം. നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിലും കർത്താവ് വലിയൊരു ജയം നൽകാൻ ആഗ്രഹിക്കുന്നു. ഇത് വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാത്രമുള്ളൊരു പുസ്തകമാണ് വിന്നേഴ്സ് ഫാക്ടറി എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ജീവിതത്തിൽ വിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഇത് തീർച്ചയായിട്ടും ഉപകരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ കോപ്പി ഇല്ലെങ്കിൽ അത് കരസ്ഥമാക്കുക. കൂടാതെ കൈവശം കോപ്പി വാങ്ങിച്ച് വെച്ചിരിക്കുന്നവർ ചിലപ്പോൾ ആദ്യം ഒന്ന് എടുത്ത് മറിച്ച് ചിത്രങ്ങളൊക്കെ കണ്ടു കാണും. പക്ഷേ വായിക്കാതെ വെച്ചിരിക്കുകയാണെങ്കിൽ എടുത്ത് വായിക്കുക, അണ്ടർലൈൻ ചെയ്യുക, പ്രധാന കാര്യങ്ങൾ ജീവിതത്തിലേക്ക് പകർത്തുക. ഞാൻ ഈ സമയത്ത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവെ, പ്രത്യേകിച്ച് പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പഠിച്ച് ഉയരങ്ങളിലെത്തുവാൻ കർത്താവ് ഓരോ കുഞ്ഞുങ്ങളെയും സഹായിക്കണമേ എന്നങ്ങയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. കൈകൾ ഈ സ്ക്രീനിലേക്ക് നീട്ടിപ്പിടിക്കാമോ? യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ രോഗികൾ സൗഖ്യമാകട്ടെ. പ്രത്യേകിച്ച് ശ്വാസകോശങ്ങളിൽ പ്രയാസമുള്ള ചിലരെ കർത്താവ് സൗഖ്യമാക്കുന്ന, ഒരു പക്ഷേ അകത്ത് കഫം നിറഞ്ഞ് ഇൻഫെക്ഷനായി അല്ലെങ്കിൽ ആസ്മ രോഗം
ബ്രോങ്കൽ പ്രോബ്ലംസ്, ഇതൊക്കെ ആയിട്ടുള്ള സകലരും യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. നട്ടെല്ല് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഞാൻ പ്രാർത്ഥിക്കുന്നു ഇൻ ദ നെയിം ഓഫ് ജീസസ്. പ്രത്യേകിച്ച് നട്ടലിൽ ചില വളവുള്ള ചിലരെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കിയാണ്. ഇൻ ജീസസ് നെയിം. താങ്ക് യു ലോർഡ്. നിങ്ങളുടെ പ്രയാസം എന്താണെങ്കിലും കൈനീട്ടി യേശുവിൻ നാമത്തിൽ ഇപ്പോൾ ആ വിടുതൽ സ്വീകരിക്കുക. ഇൻ ജീസസ് നെയിം. ആമേൻ. ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേ കണ്ടതിന് എല്ലാവർക്കും നന്ദി. ഞാൻ സാധാരണ വീണ്ടും പറയുന്ന ബ്ലെസ്സിങ് ടുഡേയുമായി നിങ്ങൾ പാർട്ണർഷിപ്പിൽ വരിക. അതിൻ്റെ കാര്യങ്ങളൊക്കെ സ്ക്രീനിൽ കാണും. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.